ഔദ്യോഗിക കാര്യങ്ങൾക്കായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അപൂർവം അവസരങ്ങളിൽ ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ദൂർത്തെന്ന് നാഴികയ്ക്ക് 40 വട്ടം മാധ്യമങ്ങളോട് സംസാരിച്ച അന്നത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായപ്പോൾ ഹെലികോപ്റ്റർ ഉപയോഗിക്കുന്നത് കൂടുതലും സ്വകാര്യ യാത്രകൾക്കാണ്. പ്രതിപക്ഷ നേതാവായിരിക്കെ മംഗലാപുരത്തേക്ക് ഹെലികോപ്റ്ററിൽ പറന്ന വി.ഡി. സതീശനോട് ഹെലികോപ്റ്ററിന്റെ കാശ് എവിടെ നിന്ന് എന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടി കിട്ടിയിട്ടില്ല. ഭാര്യാപിതാവിനെ ആശുപത്രിയിൽ കാണാൻ സർക്കാർ ഹെലികോപ്റ്റർ ഉപയോഗിച്ച മുഖ്യമന്ത്രി ഇപ്പോൾ കല്യാണത്തിന് പങ്കെടുക്കാൻ ഒരു ഹെലികോപ്റ്ററിൽ കൂർഗിലേക്ക് പോയിരിക്കുന്നു. ഈ ഹെലികോപ്റ്ററിന്റെ പണം ആരും നൽകുമെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുമെന്ന് ആരും പ്രതീക്ഷിക്കേണ്ടതില്ല. ഈവനിംഗ് ഡിബേറ്റ് പരിശോധിക്കുകയാണ്. കൈരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ്. വീണ്ടും മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ഹെലികോപ്റ്റർ യാത്ര. കൂർഗിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് മുഖ്യമന്ത്രി വീണ്ടും ഹെലികോപ്റ്റർ ഉപയോഗിച്ചത്. കർണാടക യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മുഹമ്മദ് ഹാരിസിന്റെ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനാണ് യാത്ര. മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്റർ യാത്രയുടെ വിവരങ്ങൾ കൈരളി ന്യൂസിന്. സാലി മുഹമ്മദ് ചേരുന്നു. സാലി, പ്രതിപക്ഷ നേതാവായിരിക്കെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഫലം വരുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ഹെലികോപ്റ്റർ യാത്ര നടത്തിയിരുന്നു. മാധ്യമങ്ങൾ തിരിഞ്ഞും മറിഞ്ഞും പലവട്ടം ചോദിച്ചു ഈ പണം ആര് കൊടുത്തു എന്നൊക്കെ. ഒരു മറുപടിയും കിട്ടിയിട്ടില്ല. പിന്നീട് ഭാര്യാപിതാവിനെ കാണാനായി അദ്ദേഹം സംസ്ഥാന സർക്കാരിൻ്റെ ഹെലികോപ്റ്റർ എടുത്ത് കൊച്ചിക്ക് പോയതും നമുക്കറിയാം. ഇപ്പോൾ വീണ്ടും യാത്ര. ഇപ്പോൾ ദൂർത്തില്ല, വിമർശനങ്ങളില്ല, ആക്ഷേപങ്ങളില്ല, ഒന്നുമില്ല, അല്ലേ സാലി? ഷമ്മി, ഏറ്റവും ഒടുവിലത്തെ യാത്രയെക്കുറിച്ച് പറയാം. അത് എന്തുകൊണ്ട് വിവാദമായി എന്നും പറയാം. അതായത് ഇന്ന് 11:30 മരടിലെ ലേ മെറിഡിയൻ ഹോട്ടലിൽ നിന്ന് അദ്ദേഹം ഹെലികോപ്റ്ററിൽ യാത്ര തിരിച്ചത്. ചിപ്സൺ കമ്പനിയുടെ തന്നെയായിരുന്നു ഹെലികോപ്റ്റർ. ആ ഹെലികോപ്റ്ററിൽ അദ്ദേഹം കൂർഗിലേക്ക് പോയി. അതിന് അല്പസമയത്തിനകം ഇവിടെ തിരിച്ചെത്തുകയും ചെയ്യും. അദ്ദേഹത്തിൻ്റെ യാത്രാ ഉദ്ദേശം ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനാണ് എന്നുള്ളതാണ്. അതായത് ഒരു സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി സംസ്ഥാന മുഖ്യമന്ത്രി ഒരു ഹെലികോപ്റ്ററിൽ കൂർഗിലേക്ക് യാത്ര ചെയ്തു എന്നുള്ളത് ഒരു വലിയ വിഷയമായി ഉയർത്തിക്കൊണ്ടുവരേണ്ടതില്ല. പക്ഷേ ഒരു പ്രശ്നം, അതിൽ 2 ചോദ്യത്തിനാണ് ഉത്തരം നൽകേണ്ടത്. ഒന്ന്, അദ്ദേഹം ഉപയോഗിക്കുന്നത് സർക്കാർ വാടകയ്ക്കെടുത്ത, പോലീസിന് വേണ്ടി വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററാണോ എന്നുള്ളതാണ്. അതേ കമ്പനിയുടെ ഹെലികോപ്റ്റർ തന്നെയാണ് എന്ന് മാത്രമേ നമുക്ക് ഇപ്പോൾ സ്ഥിരീകരണമുള്ളൂ. ചിപ്സൺ കമ്പനിയുടെ അതേ എയർബസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. മറ്റൊന്ന്, അദ്ദേഹം പോലീസ് ഹെലികോപ്റ്റർ അല്ലെങ്കിൽ ഇതിൻ്റെ വാടക ആര് നൽകി എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം. അപ്പോൾ ഏതായാലും ഈ വിഷയങ്ങൾ നിലനിൽക്കുന്നു. അതിൽ വിശദീകരണം നൽകേണ്ടത് മുഖ്യമന്ത്രി തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ യാത്ര സംബന്ധിച്ച് ഒരു വിവാഹ ചടങ്ങ് എന്നതിനപ്പുറത്തേക്ക് കർണാടകയിലെ ഒരു വിവാദ വ്യവസായി, പ്രമുഖനായ ഒരു വിവാദ വ്യവസായി മുഹമ്മദ് ഹാരിസ് നാലപ്പാട്ട്, അതായത് യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവും കൂടെയാണ്. കോൺഗ്രസ് MLA ആയിരുന്ന N.A. ഹാരിസിൻ്റെ മകൻ കൂടിയാണ്. അപ്പോൾ ഒരു കൂർഗിലെ ഒരു വലിയ റിസോർട്ടിൽ വെച്ച് ഒരു ആഡംബര വിവാഹമാണ് നടക്കുന്നത്. 5 ദിവസങ്ങളിലായാണ് വിവാഹം നടക്കുന്നത്. ഇന്ന് 2ാമത്തെ ദിവസമാണ്. അത്യാഡംബര വിവാഹമാണ്. അപ്പോൾ അതൊന്നും നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം, നമ്മുടെ മുഖ്യമന്ത്രി ഒന്നുകിൽ പോലീസ് ഹെലികോപ്റ്റർ ഉപയോഗിച്ചൊരു കല്യാണത്തിന് പോയി, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് പോകുന്നതിന് വേണ്ടി മറ്റാരോ പണം മുടക്കി. അതിലൊരു സുതാര്യത ഇല്ലായ്മയുണ്ട് എന്നുള്ള, എല്ലാത്തിനും സുതാര്യത ഉണ്ടെന്ന് ആവർത്തിച്ച് പറയുകയും നെഹ്റുവിൻ സോഷ്യലിസ്റ്റ് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ഒരു മുഖ്യമന്ത്രിക്ക് അത് ചേർന്നതാണോ എന്നുള്ളതാണ് രണ്ടാമത്തെ വിഷയം. ഏതായാലും അദ്ദേഹം മുൻപ് പല വിവാദങ്ങളും ഇതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ട്. മുൻപ് സർക്കാർ എടുത്ത തീരുമാനങ്ങളെ, ഇത്തരം കാര്യങ്ങളെല്ലാം വിവാദങ്ങളുടെ മുന്നിൽ നിർത്തിയ ആളാണ് അദ്ദേഹം. ഇതിൽ അദ്ദേഹം എന്തു മറുപടി പറയുന്നു എന്നാണ് ഇനി അറിയേണ്ടത്. ഇക്കാര്യത്തിൽ മറുപടി നമ്മൾ പ്രതീക്ഷിക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ട്. പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും അദ്ദേഹം ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമായിരുന്നല്ലോ വഹിച്ചത്, തെരഞ്ഞെടുപ്പിന് ശേഷമാണെങ്കിലും. അന്ന് ഉപയോഗിച്ച ഹെലികോപ്റ്റർ സംബന്ധിച്ച് ഒരു വിശദീകരണത്തിനും അദ്ദേഹം തയ്യാറായിട്ടില്ല. അപ്പോൾ ഒരു കാര്യത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു സുതാര്യതയും ഉണ്ടാകില്ല, ആരും പ്രതീക്ഷിക്കുകയും വേണ്ട. എന്നാൽ മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാത്തിനും ഭയങ്കരമായ സുതാര്യത വേണം. പ്രത്യേകിച്ചും അന്ന് മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ ഉപയോഗിച്ച ഹെലികോപ്റ്റർ സംബന്ധിച്ച് നാട് നീളെ പറഞ്ഞുകൊണ്ട് നടന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ദൂർത്താണ് പിണറായി വിജയൻ നടത്തുന്നത് എന്നുള്ളതാണ്. ആ ഹെലികോപ്റ്റർ ഏതൊക്കെ ഈ തരത്തിൽ ഈ സമൂഹത്തിന് അത് നിങ്ങൾ അവിടെ നോക്കണ്ട, ഏതൊക്കെ തരത്തിൽ അത് ഗുണപരമായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നതാണ്. സാലി, നമ്മൾക്ക് നേരത്തെ സാലി പറഞ്ഞ പോലെ അദ്ദേഹം കല്യാണത്തിന് പോവുകയോ പിന്നെ മറ്റു വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുക്കാൻ പോവുകയോ എന്നുള്ളതൊന്നുമല്ല വിഷയം.
പക്ഷേ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കൊരു സുതാര്യത വേണം. അത് ഈ നാട്ടിലെ ജനങ്ങൾക്കറിയാൻ ബാധ്യതയുണ്ട്. ഏത് രീതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ സാലി പറഞ്ഞത് ഇത് ഒളിച്ചു വെക്കാൻ ഒരു വലിയ ശ്രമം നടത്തിയിരുന്നു എന്നുള്ളതാണ്. അത് ഈ ഹെലികോപ്റ്റർ യാത്ര, കൂർഗ് യാത്ര. സാലി, അതായത് ഒന്നാമത്തെ പ്രശ്നം അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ അദ്ദേഹം നൽകുന്ന വിശദീകരണം തൃപ്തികരമല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ വിഷയം. നമുക്കറിയാം, ആദ്യം അദ്ദേഹം മംഗലാപുരത്തിന് ചാർട്ടർ ചെയ്ത വിമാനത്തിൽ യാത്ര ചെയ്തു. ആ ചാർട്ടർ ചെയ്ത വിമാനത്തിൽ ചെയ്ത യാത്ര അതിൽ എന്തിനു വേണ്ടിയായിരുന്നു എന്ന് അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞില്ല. മാത്രമല്ല, അദ്ദേഹം ആര് പണം മുടക്കി എന്ന് പറഞ്ഞില്ല. മാത്രമല്ല, അദ്ദേഹം അവിടെ പോയി കണ്ടത് NDA നേതാക്കളെയാണ്. അദാനി ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെ അവിടെ സന്ദർശിക്കുന്നു. അതൊക്കെ ദുരൂഹമായി നിലനിൽക്കുന്നു. പിന്നീട് അതിന് അദ്ദേഹം നൽകിയ വിശദീകരണമായിരുന്നു അതിലേറ്റവും കൗതുകകരം. നമുക്കറിയാം, ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുവിനെ കാണാൻ അദ്ദേഹം മംഗലാപുരത്തിന് പോയി എന്നാണ് അദ്ദേഹം വിശദീകരിച്ചത്. അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവ് ആര്യാടൻ മുഹമ്മദ് രോഗാതുരനായി കാലങ്ങളോളം അദ്ദേഹം ചികിത്സയിലായിരുന്നു. അക്കാലത്ത് ഒരിക്കലെങ്കിലും അദ്ദേഹം ഈ കേരളത്തിലായിരുന്നിട്ടുകൂടി ആര്യാടൻ മുഹമ്മദിനെ സന്ദർശിച്ചിട്ടുണ്ടോ എന്നതിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ മരിച്ച ആര്യാടൻ മുഹമ്മദിൻ്റെ ഒരു പരിചയമില്ലാത്തൊരു ബന്ധുവിനെ കാണാൻ ചാർട്ടർ ചെയ്ത വിമാനത്തിൽ മംഗലാപുരത്തേക്ക് പോയി എന്ന വിശദീകരണം നൽകിയ ആളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹം അതിനുശേഷം ഈ സർക്കാർ ഹെലികോപ്റ്റർ, പോലീസ് വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിച്ചത് പിന്നീട് വിവാദമായി. അടുത്ത നാളിൽ തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവ് കാരോത്തൂഴി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോൾ അവിടെ കാണാൻ വന്നു. അവിടെ കാണാൻ വന്നതിന് അദ്ദേഹം നൽകിയ മറുപടി വിശദീകരണം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത് ഒരു നിക്ഷേപകനെ, സംരംഭകൻ തന്നെ കാണാൻ കൊച്ചിയിലെത്തിയിരുന്നു എന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം സംരംഭകനെ കാണാൻ കൊച്ചിയിലെത്തി. ഒരുപാട് ദുരൂഹതകളുണ്ട് ആ വിശദീകരണത്തിലൊക്കെ. പക്ഷേ പിന്നീട് വ്യക്തമായി അന്ന് അദ്ദേഹം ആരെയും കണ്ടിട്ടില്ല. അതിൻ്റെ പിറ്റേന്നാണ് ഒരാളെ കണ്ടത്. 2 ദിവസം അദ്ദേഹത്തിന് ജലദോഷം ആയതുകൊണ്ട് ഒരാളെയും സന്ദർശിച്ചിരുന്നില്ല. അത് കണ്ണൂരുകാരനായ ഒരു ഫ്രൂട്ട്സ് കച്ചവടക്കാരനാണ് ആ 2 ദിവസത്തിനുള്ളിൽ അദ്ദേഹം ആകെ കണ്ടത്. അദ്ദേഹത്തെ കാണാനാണ് സർക്കാർ ഹെലികോപ്റ്റർ, വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്റർ ഈ നെടുമ്പാശ്ശേരിയിൽ വന്ന് ഇറങ്ങിയത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണം. അതിലൊക്കെ ഒരു പ്രശ്നമുണ്ട്. അതേ പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നു. കാരണം ഇതിലും ഈ യാത്ര രഹസ്യമായി സൂക്ഷിക്കാൻ അദ്ദേഹം ഒരു ശ്രമം നടത്തി എന്നുള്ളതിന് ചില സംശയങ്ങൾ ഞാൻ പറയാം. ഒന്ന്, അദ്ദേഹത്തിൻ്റെ രാവിലെ 2-3 പരിപാടികളുണ്ടായിരുന്നു. ഒന്ന്, അത്തച്ചമ ഘോഷയാത്രയുടെ ഉദ്ഘാടനം തൃപ്പൂണിത്തുറയിൽ. അതിനുശേഷം MG റോഡിൽ മറ്റൊരു ചടങ്ങ്, ഒരു പൊതുചടങ്ങിൽ അദ്ദേഹം ഒരു ഹോട്ടലിൽ പങ്കെടുത്തു. അതിനുശേഷം MG റോഡിൽ നിന്ന് അദ്ദേഹത്തിന് ലഭ്യമായ ഏറ്റവും അടുത്ത ഹെലിപ്പാഡ് എന്ന് പറയുന്നത് സ്ഥിരമായി സർക്കാർ ഉപയോഗിക്കുന്ന ഹയാത്ത് ഹോട്ടലിൻ്റെ ഹെലിപ്പാഡാണ്. ലുലു കൺവെൻഷൻ സെൻറ്ററിൻ്റെ പരിസരത്തുള്ള ഹയാത്തിൻ്റെ ഹെലിപ്പാഡാണ് സാധാരണ എല്ലാ ആവശ്യങ്ങൾക്കും നമ്മൾ വാടകയ്ക്കെടുത്ത ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുക. അത് ഈ അവയവങ്ങൾ എത്തിക്കുന്നതും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് സാധാരണ ഉപയോഗിക്കുക. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹം നേരെ തിരിച്ച് ഈ തൃപ്പൂണിത്തുറ റൂട്ടിൽ തന്നെയുള്ള മരടിലെ ലേ മെറിഡിയൻ ഹോട്ടലിൽ വന്ന് അവിടെ നിന്ന് ഹെലികോപ്റ്ററിൽ പോയി എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. അതിനർത്ഥം അദ്ദേഹം ഹയാത്തിൽ നിന്നാണ് കയറുന്നതെങ്കിൽ, ഹെലികോപ്റ്ററിൽ കയറുന്നതെങ്കിൽ സ്വാഭാവികമായി ശ്രദ്ധ വരും. കാരണം അതിൻ്റെ പുറത്തു നിന്ന് കാണാവുന്ന തരത്തിലാണ് അതിൻ്റെ സംവിധാനങ്ങളൊക്കെ. പക്ഷേ ലേ മെറിഡിയൻ്റെ ഹെലിപ്പാഡൊക്കെ ഉള്ളിലാണ്. അപ്പോൾ ഒരു കാരണവശാലും പബ്ലിക്കിന് കയറാൻ കഴിയില്ല. നമ്മൾ ആ ദൃശ്യങ്ങൾ എടുത്തത് തന്നെ മെയിൻ റോഡിൽ നിന്ന് വളരെ ദൂരെ മാറിയുന്ന ഒരു മൊബൈലിൽ എടുക്കാനേ കഴിയുമായിരുന്നുള്ളൂ. അങ്ങനെയാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പോൾ അതിനർത്ഥം ഈ യാത്ര വളരെ ഗോപ്യമായി രഹസ്യമായി സൂക്ഷിക്കുന്നതിന് അദ്ദേഹം ശ്രമിച്ചു എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തിനാണ് ഇത് രഹസ്യമാക്കി വെക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇത് വിവാദമാവും എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷേ അദ്ദേഹം കൂർഗിൽ കല്യാണത്തിന് പോവുകയും ചെയ്യണം. പക്ഷേ അദ്ദേഹത്തിന് മുൻപെടുത്ത നിലപാടുകളുമായി ഈ സമീപനങ്ങൾ പൊരുത്തപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അതാണ് നേരത്തെ ഷമ്മി പറഞ്ഞത്. മുമ്പ് കഴിഞ്ഞ സർക്കാർ ഹെലികോപ്റ്റർ വാടകയ്ക്ക് എടുത്തപ്പോൾ മുതൽ ഓരോ പ്രാവശ്യം ഉപയോഗിക്കുമ്പോഴും അത് ധൂർത്തെന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്ന ആളാണ്. പക്ഷേ കഴിഞ്ഞ സർക്കാർ എന്തിന് ഹെലികോപ്റ്റർ ഉപയോഗിച്ചു? അത് ദുരിതാശ്വാസ പ്രവർത്തനത്തിന്, രക്ഷാപ്രവർത്തനത്തിന്, ദുരിതബാധിതരെ സഹായിക്കുന്നതിന്, അങ്ങനെ സർക്കാരിൻ്റെ ഔദ്യോഗിക ആവശ്യങ്ങൾക്കാണ് ഉപയോഗിച്ചത് ഭൂരിഭാഗവും. ബാക്കി സംസ്ഥാനത്ത് ഏതെങ്കിലും അവയവദാനത്തിന് വേഗതയിൽ അവയവ മാറ്റം നടത്തേണ്ടതുണ്ടെങ്കിൽ കൊച്ചിയിലേക്ക് അവയവങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന 8-9 തവണ കൊച്ചിയിൽ തന്നെ ഹെലികോപ്റ്റർ ഈ ഹയാത്തിലെ ഹെലിപ്പാഡിൽ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളൊക്കെ അത് വാർത്ത കൊടുത്തതാണ്. അന്നൊക്കെ അതിനെ വിമർശിച്ച ആളാണ് ഇന്നത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ താൻ മുൻപ് പറഞ്ഞിരുന്ന കാര്യങ്ങൾക്ക് ഘടകവിരുദ്ധമായ ഒരു നിലപാട് ഇപ്പോൾ എടുക്കേണ്ടി വരുന്നു. അത് മുൻപ്
സർക്കാർ ആവശ്യങ്ങൾക്ക്, ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മുൻ മുഖ്യമന്ത്രി ഉപയോഗിച്ചതിനെ എതിർത്തയാൾ ഇപ്പോൾ സ്വകാര്യ ആവശ്യത്തിന് പോലീസ് ഹെലികോപ്റ്റർ തന്നെ ഉപയോഗിക്കുന്നു. അതാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയെ കണ്ടത്. ഇന്നത്തെ യാത്രയിൽ പോലീസ് ഹെലികോപ്റ്ററാണോ എന്നത് സംബന്ധിച്ച് വളരെ രഹസ്യമായി സൂക്ഷിച്ചു വച്ചിരിക്കുന്നു. അത് അതേ കമ്പനിയുടെ ഹെലികോപ്റ്ററാണ്, പക്ഷേ അത് മറ്റൊരാൾ വാടകയ്ക്ക് എടുത്ത് നൽകിയതാണ് എന്നും കേൾക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആരാണ് ഇതിൻ്റെ വാടക നൽകിയത്? അത് ആരാണ് മുഖ്യമന്ത്രിയുടെ യാത്രയ്ക്ക് വേണ്ടി പണം മുടക്കിയത്? അങ്ങനെ മുടക്കുന്നതിൽ ഒരു അധാർമികതയുടെ പ്രശ്നമില്ലേ? ഏതായാലും വി.ഡി. സതീശൻ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് അങ്ങനെ ഒരു യാത്ര നടത്താൻ സാധ്യതയില്ല. അപ്പോൾ ആരാണ് കൊടുത്തത്? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ അദ്ദേഹത്തിന് കഴിയില്ല എന്ന ബോധ്യമുള്ളതുകൊണ്ടാവാം അദ്ദേഹം ആ യാത്ര രഹസ്യമാക്കി ഹയാത്തിൻ്റെ ഹെലിപ്പാഡ് ഒഴിവാക്കി ലിമറിഡിയൻ്റെ ഹെലിപ്പാഡിലേക്ക് വന്നത്. ഇനി അദ്ദേഹം വൈകിട്ട് അല്പസമയത്തിനകം മടങ്ങിയെത്തുക നെടുമ്പാശ്ശേരിയിലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പറവൂരിലേക്കോ ദേശത്തോ ആയിരിക്കും അദ്ദേഹം താമസിക്കാൻ പോകുക. അപ്പം നെടുമ്പാശ്ശേരിയിലാണ് ഇറങ്ങുക. നെടുമ്പാശ്ശേരിയിൽ സാധാരണ ഇറങ്ങുക നെടുമ്പാശ്ശേരിക്ക് അകത്ത് തന്നെ, സിയാലിനകത്ത് തന്നെയുള്ള ഹെലിപ്പാഡിലാണ്. പക്ഷേ അദ്ദേഹം ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് സമീപത്ത് തന്നെയുള്ളൊരു സ്വകാര്യ ഹോട്ടലിൻ്റെ ഹെലിപ്പാഡാണ്. അതിൽ ദുരൂഹതയുണ്ട്. നെടുമ്പാശ്ശേരിയിൽ അദ്ദേഹം സിയാലിൻ്റെ ചെയർമാനാണ്, അദ്ദേഹത്തിന് അകത്ത് പോയി ഇറങ്ങുന്നതിനൊരു അസൗകര്യമില്ല. പക്ഷേ അദ്ദേഹം അത് ഒഴിവാക്കിയിട്ട് നേരെ വന്ന് സ്വകാര്യ സാജ് ഇൻ്റർനാഷണലിൻ്റെ ഹെലിപ്പാഡിൽ ഇറങ്ങാൻ പോവുക. അപ്പോൾ ഇതിലൊക്കെ ആകെ ദുരൂഹതയാണ്. എന്തിനാണ് ഇതൊക്കെ മറച്ചു വയ്ക്കുന്നത്? അല്ലെങ്കിൽ എന്തിനാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മറ്റൊരാൾ പണം മുടക്കിയ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്യുന്നത്? അല്ലെങ്കിൽ സർക്കാരിൻ്റേതാണെങ്കിൽ സർക്കാരിൻ്റെ ഹെലികോപ്റ്റർ ഇതിന് സ്വകാര്യ ആവശ്യത്തിന് ഉപയോഗിക്കുന്നു. ഇനി വിവാഹം എന്ന് പറയുന്നതും ഒരു തൂർത്ത് അത്യാഡംബരപൂർവ്വം നടക്കുന്ന ഒരു വിവാഹമാണ്. നമ്മൾ കന്നഡ മാധ്യമങ്ങളിൽ നമ്മൾ സെർച്ച് ചെയ്തപ്പം ആ വിവാഹം സംബന്ധിച്ചും ആ വിവാഹത്തിൻ്റെ സ്വഭാവം സംബന്ധിച്ചും അതിലെ ആളുകളെ സംബന്ധിച്ചുമൊക്കെ ചില വാർത്തകളുണ്ട്. അതിൽ ചില കേസുകളും മറ്റും ഉണ്ട്. അത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ലാത്തതുകൊണ്ട് നമ്മളിപ്പോൾ തുടരേണ്ടതില്ല. പക്ഷേ ആ ആളുകൾക്ക് ED കേസ്, ED റെയ്ഡ് കേസ്, അങ്ങനെ പല പല പ്രശ്നങ്ങളും അവരുമായി ബന്ധപ്പെട്ട് ദുരൂഹമായി നിലനിൽക്കുന്ന ഒരു കൂട്ടരാണ് അവർ. അതെന്തുമായിക്കോട്ടെ. പക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അത്തരമൊരു വിവാഹത്തിന് പങ്കെടുക്കാൻ പോകുമ്പോൾ അതിൽ സുതാര്യത വേണം എന്നുള്ളത് ഒരു മലയാളിയുടെ ആഗ്രഹമാണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ഇതിൽ സുതാര്യത ഇല്ല എന്നുള്ളത് തന്നെയാണ്. അതിൽ അദ്ദേഹത്തിന് എന്ത് വിശദീകരണമാണ് നൽകാൻ കഴിയുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ കാത്തിരിക്കാം. സാധാരണ അദ്ദേഹം നൽകുന്ന വിശദീകരണങ്ങൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അത്തരം അവിടെ ഇവിടെയും തൊടാത്തൊരു വിശദീകരണത്തിലല്ല, മറിച്ച് താൻ എന്തുകൊണ്ട് ഈ വിവാഹത്തിന് പോയി, എങ്ങനെ പോയി, അതിനാര് പണം മുടക്കി, സർക്കാർ ഹെലികോപ്റ്റർ ഉപയോഗിച്ചെങ്കിൽ ഉപയോഗിച്ചോ, എന്തുകൊണ്ട് ഉപയോഗിച്ചു, അങ്ങനെ കുറേ കാര്യങ്ങൾക്ക് അദ്ദേഹം വരും ദിവസങ്ങളിൽ വിശദീകരണം നൽകേണ്ടി വരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സാലി തുടരുക. ഇപ്പോൾ M. ജയചന്ദ്രൻ കൂടി ചേരുകയാണ്. M. ജയചന്ദ്രൻ, നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഒരു പുതിയ ഹെലികോപ്റ്റർ യാത്രയുടെ വിശദാംശങ്ങളാണ് ഇന്ന് സാലി മുഹമ്മദ് പറഞ്ഞത്. ഒരുപക്ഷെ നമ്മുടെ ഓർമ്മയിൽ നിന്ന് അധികം വിദൂരമല്ലാത്ത അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ ഓരോന്നോരോന്നായി നമ്മളുടെ ഓർമ്മയിലേക്ക് വരുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇത്തരം യാത്രകളെ സംബന്ധിച്ച് വിമർശനാത്മകമായി പരിശോധിക്കേണ്ടി വരുന്നത്. മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കാൻ, പിന്നീട് മറ്റ് അവയവദാനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചപ്പോൾ ഇതാ കേരളം മുടിയാൻ പോകുന്നു, പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച് ഈ സംസ്ഥാനത്തെ തകർത്ത് കളയുന്നു എന്ന് നാട് നീള മാധ്യമങ്ങൾക്ക് മുന്നിൽ നിരന്തരമായി പ്രസംഗിച്ചിരുന്ന വ്യക്തി ഇപ്പോൾ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയ നേരമില്ല. പക്ഷേ ആരുടെയാണ് ഹെലികോപ്റ്റർ, എവിടേക്ക് പോകുന്നു, ആരാണ് ഇതിൻ്റെ ചെലവ് നൽകുന്നത്, പിന്നീട് അതിനൊരു ഗോപ്യമായ ഒരു സ്വഭാവം വരുത്തുന്നു, ഇതിനൊക്കെ നമുക്കൊരു മറുപടി കിട്ടും എന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഇന്ന് കൂർഗിലേക്കാണ് അദ്ദേഹം പോയിരിക്കുന്നത്. ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനാണ്. അവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ, കർണാടകയിലെ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ് വിവാഹിതനാകുന്നത്. അപ്പോൾ അതിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം പോയിട്ടുള്ളത്. ശ്രീ ജയചന്ദ്രൻ. ഷമ്മി, ഇത് ഞാൻ മനസ്സിലാക്കിയത് സർക്കാരിന്റെ പോലീസ് ഹെലികോപ്റ്റർ അല്ല എന്നാണ് കിട്ടുന്ന പ്രാഥമിക വിവരങ്ങൾ. അദ്ദേഹത്തിന് സ്വകാര്യ ഹെലികോപ്റ്റർ തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ടില്ലേ, മെയ് 1 മംഗലാപുരത്തേക്ക് ചാർട്ടേഡ് വിമാനത്തിൽ, ഫ്ലൈറ്റിൽ, മറ്റേ അദാനിയുടെ ചാർട്ടേഡ് ഇതിലാണല്ലോ പോയത്. അത് കഴിഞ്ഞ് അടുത്ത ഹെലികോപ്റ്റർ യാത്ര വരുന്നത് എപ്പോഴാണ്? ജൂലൈ 31 അമ്മായിയച്ഛനെ കാണാനായിട്ട്. അടുത്ത യാത്ര വരുന്നത് ഇപ്പോ ഓഗസ്റ്റ് 16 ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ചടങ്ങിന് പങ്കെടുക്കാനായിട്ട്. അതിനാരാണ് പണം മുടക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ഏറ്റവും വലിയ ചോദ്യമായി ഉയർന്നു നിൽക്കുന്നത്. മുൻപ് പോയതൊക്കെ അത് ഇതുവരെ ഒക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ എന്ന് പറയുന്ന മുഖ്യമന്ത്രി
ഇതും വ്യക്തിപരമായ കാര്യമായിട്ട് തന്നെ പറയൂ എന്നുള്ള കാര്യത്തിൽ എല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. അങ്ങനെ തന്നെ മുഖ്യമന്ത്രി മറുപടി പറയാനും പോകുന്നുള്ളൂ. പക്ഷെ പ്രശ്നം ഇങ്ങനെ ഇത്തരത്തിൽ പൊതുപണം എടുത്താണല്ലോ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത്. അതല്ലെങ്കിൽ ആരൊക്കെയാണ് അതിന്റെ പണം മുടക്കുന്നത് എന്ന് വ്യക്തതയോടെ പറയാൻ ബാധ്യതയുണ്ട് മുഖ്യമന്ത്രിക്കോ ആ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന പാർട്ടിയിലെ നേതൃത്വത്തിനോ KPCC പ്രസിഡന്റിനോ ആർക്കെങ്കിലും പറയാൻ ബാധ്യതയുണ്ട്. അവരും അത്തരം കാര്യങ്ങളൊന്നും നിർവഹിക്കുമെന്ന് പ്രതീക്ഷിക്കേണ്ടതേ ഇല്ല. മുഖ്യമന്ത്രി എന്ത് പറയുന്നു, മുഖ്യമന്ത്രി എന്ത് ആഗ്രഹിക്കുന്നു അത് മാത്രം പറയുക എന്നുള്ളതാണല്ലോ KPCC പ്രസിഡന്റിന്റെ നിലപാട്. അതിന്റെ അപ്പുറത്തേക്കൊരു എന്തെങ്കിലും നിലപാട് അവരിന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. പക്ഷെ ജനങ്ങൾക്കറിയാൻ അവകാശമുണ്ടല്ലോ. കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് കോൺഗ്രസുകാരുടെ മാത്രം അല്ലെങ്കിൽ UDFന്റെ മാത്രം മുഖ്യമന്ത്രിയല്ല, കേരളത്തിലെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ യാത്രകൾ ദുരൂഹമായി ഒന്നിലധികം യാത്രകൾ നിരന്തരം വരുമ്പോൾ ഇത്തരം ദുരൂഹ യാത്രകൾ എങ്ങോട്ടാണ് മുഖ്യമന്ത്രി എന്ന് ചോദിച്ചാൽ മറുപടി പറയണ്ടേ? ഇപ്പോ കൂർഗിലേക്കുള്ള മടിക്കേരിയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹം പോയി, അദ്ദേഹത്തിന് വ്യക്തിപരമായ കാര്യമാണ്. പക്ഷെ എങ്ങനെയാണ് പോയത് എന്ന് വ്യക്തമാക്കാനുള്ള ബാധ്യത ആരേറ്റെടുക്കും? അത് ഇപ്പൊ ഈ പ്രശ്നം ചർച്ച ചെയ്യുന്ന നമ്മളല്ലോ അത് ഏറ്റെടുക്കേണ്ടത്. ഈ പ്രശ്നം അറിഞ്ഞതിന്റെ പേരിൽ അത് ചർച്ച ചെയ്യുക എന്നുള്ള ഉത്തരവാദിത്തമാണ് നമ്മൾ നിർവഹിക്കുന്നത്. പക്ഷേ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന പ്രധാനപ്പെട്ട വ്യക്തിയായ മുഖ്യമന്ത്രി എന്താണ് ഇക്കാര്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ആ ചോദ്യത്തിന് ഇനിയും VD സതീശൻ എന്ന മുഖ്യമന്ത്രി ഉത്തരം തരുമെന്ന് ഒട്ടും എനിക്ക് ധാരണയില്ല. അങ്ങനെ കരുതാൻ കഴിയാത്ത ഒരാളാണല്ലോ. അദ്ദേഹത്തിന്റെ ഇതുവരെയുള്ള പ്രവർത്തികൾ വെച്ചെല്ലാം നോക്കുമ്പോൾ പോയി അതിനെന്താ എന്ന് അദ്ദേഹവും അദ്ദേഹത്തിനെ പാടിപ്പുകഴ്ത്തുന്ന ഒരു പറ്റ മാധ്യമങ്ങളുമുള്ള കാലത്തോളം അതങ്ങനെ തന്നെ കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്ന ആളാണ് സതീശൻ എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ അങ്ങനെയല്ല. സതീശന്റെ ഇത്തരം കാര്യങ്ങൾക്കടക്കം വിമത സ്വരങ്ങൾ എന്നുള്ള നിലയിലല്ലാതെ തന്നെ കൂടെ നിൽക്കുന്നവരുടെ വിയോജിപ്പുകൾ ഉണ്ടാവുന്നത് ഇന്നലെ മലപ്പുറത്ത് നമ്മൾ കണ്ടതാണ്. MLA-മാര് എങ്ങനെയാണത് കൈകാര്യം ചെയ്തത് എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് അറിയുകയും ചെയ്യാം. ഏതായാലും സതീശൻ ഈ കാണിക്കുന്നത് കേരളീയ സമൂഹത്തോട് കാണിക്കുന്ന പൊതുവായ സത്യസന്ധതയില്ലായ്മയാണ് എന്നാണ് പ്രാഥമികമായി ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന കാര്യം. ആ സത്യസന്ധതയില്ലായ്മ ഒരു മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നതും ഇക്കാര്യത്തിൽ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഷമി. ശ്രീ ജയചന്ദ്രൻ, ഈ ആധുനിക കാലത്തൊരു ഹെലികോപ്റ്റർ യാത്ര ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി നടത്തുന്നതെന്തോ മഹാ അപരാധമാണ് എന്നൊന്നും കാണേണ്ട കാര്യമില്ല. പക്ഷേ ഇതൊക്കെ അറിയാമായിരുന്ന ശ്രീ VD സതീശൻ കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കെ എടുത്ത ഒരു സമീപനം ഒന്ന് ആലോചിച്ച് നോക്കി. എത്ര വക്രീകരിച്ചാണ് അദ്ദേഹം ഓരോരോ കാര്യങ്ങളെയും അവതരിപ്പിച്ചിരുന്നത്. ഇപ്പോൾ പോലീസിൻ്റെ ഹെലികോപ്റ്റർ അടക്കമുള്ള വിഷയങ്ങൾ അതിൻ്റെ ഉദാഹരണമായി നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പിണറായി വിജയൻ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായ അതിൻ്റെ രേഖകളുണ്ട്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. പക്ഷേ VD സതീശൻ ഹെലികോപ്റ്ററിൽ സഞ്ചരിക്കുമ്പോൾ അത് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. അതിൻ്റെ സമ്പത്ത് എവിടെ നിന്ന് വന്നു എന്നാരും അറിയേണ്ടതില്ല. ഹെലികോപ്റ്റർ സംബന്ധിച്ച ഉപയോഗത്തെ സംബന്ധിച്ച് വിവരാവകാശം ചോദിക്കുമ്പോൾ അത് പുറത്തേക്ക് കൊടുക്കേണ്ടതില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും എല്ലാം ഒരു കോട്ട കെട്ടി അതിനുള്ളിൽ ഈ രഹസ്യങ്ങളൊക്കെ സൂക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. മുൻകാലങ്ങളിൽ അദ്ദേഹം എടുത്ത സമീപനം എന്തായിരുന്നു? ഇപ്പോൾ അദ്ദേഹം എടുക്കുന്ന സമീപനം എന്താണ്? അതുകൊണ്ടാണ് നമ്മൾക്ക് ഇത് ചർച്ച ചെയ്യേണ്ടി വരുന്നത്. അദ്ദേഹം ഇപ്പോൾ കല്യാണത്തിന് ഹെലികോപ്റ്ററിൽ പോയി എന്ന് വിചാരിച്ച് അതിൽ ഒരു ദൂർത്തോ വലിയ കാര്യമോ ഉണ്ട് എന്ന് പറയേണ്ടതില്ല. അതൊക്കെ ഓരോ ഭരണാധികാരികളുടെ സമയം സാഹചര്യമൊക്കെ അനുസരിച്ചിരിക്കും. പക്ഷേ ഇതെല്ലാം അദ്ദേഹത്തിന് അറിയാമായിരുന്നു പിണറായി വിജയനെതിരെ നിരന്തരം ഇത്തരത്തിൽ അധിക്ഷേപങ്ങൾ ചൊരിയുമ്പോൾ. ശ്രീ ജയചന്ദ്രൻ. അതെ, അപ്പോ വെറും അന്ധമായ രാഷ്ട്രീയ വിരോധമാണ് സതീശനെ അതിലേക്ക് നയിച്ചത് എന്ന് ഇപ്പോ ആർക്കും പറയാതെ വലതുപക്ഷ വോട്ടർമാർക്കും വിശ്വാസികൾക്കും അവരെ അനുകൂലിക്കുന്നവർക്കും എല്ലാം തികഞ്ഞ ബോധ്യം വന്ന് കാണണമല്ലോ. അന്ന് എന്തൊക്കെയാണോ പറഞ്ഞത് അതിന് നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങൾ മുഖ്യമന്ത്രിയായിരിക്കെ സതീശൻ കാണിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ ഇപ്പൊ നമ്മൾ കാണുന്നത്. അതിന് താങ്കൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും അദ്ദേഹത്തിന്റെ ഏതെങ്കിലും തരത്തിലുള്ള സ്വകാര്യ ആവശ്യത്തിനായിരുന്നില്ല. സംസ്ഥാനവുമായി ബന്ധപ്പെട്ട വിവിധ ആവശ്യങ്ങൾക്കല്ലാതെ അദ്ദേഹം ആ ഹെലികോപ്റ്റർ ഉപയോഗിച്ചിട്ടുമില്ല. എന്നിട്ടും ആ ഗവൺമെന്റിനെ പ്രതിക്കൂട്ടിൽ നിർത്തി അനാവശ്യമായ വിവാദങ്ങൾ ചൊരിയാനാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവായി ഇന്നത്തെ മുഖ്യമന്ത്രി VD സതീശൻ എപ്പോഴും ശ്രമിച്ചു പോന്നിട്ടുള്ളത്.
ഇപ്പോ അത് അദ്ദേഹത്തിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു നീതീകരണവും ഇല്ലാതെ ഇതൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും മനസാക്ഷി കുത്തുണ്ടോ എന്ന് പോലും ചോദിക്കാൻ അദ്ദേഹത്തിനൊപ്പം കൈയടിച്ചതെല്ലാം പ്രോത്സാഹിപ്പിച്ചിരുന്ന മാധ്യമങ്ങൾ എവിടെ പോയി എന്നുള്ളത് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. ഇതൊരു കാര്യത്തിലല്ലല്ലോ ഷമ്മി കാണുന്നത്. ഏതെല്ലാം കാര്യത്തിലാണ് ഈ പുതിയ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം VD സതീശൻ മലക്കം പറഞ്ഞിട്ടുള്ളത് എന്ന് നോക്കിയാൽ അത് ഒരു കാര്യത്തിലല്ല, 10 കാര്യത്തിലുമല്ല, 15 കാര്യത്തിലുമല്ല എന്ന് കാണാൻ കഴിയും. എല്ലാ കാര്യത്തിലും സ്വന്തം മുൻ നിലപാടുകളെ ആകെ തള്ളിപ്പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടോ ഉള്ള ഇടപെടലുകളും നടപടികളുമാണ് മുഖ്യമന്ത്രി നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോ ഈ ഹെലികോപ്റ്റർ യാത്രകൾ എന്ന കാര്യം ഞാൻ ഇദ്ദേഹത്തിന്റെ ചില അടുപ്പക്കാരോട് ചോദിച്ചു, ഫോണിൽ ചോദിച്ചു. അപ്പൊ അവർ പറഞ്ഞൊരു മറുപടി വിചിത്രവും അതേസമയം പ്രസക്തവുമായി തോന്നി. അവർ പറയുന്നത് ഈ സർക്കാർ വക പോലീസ് ഹെലികോപ്റ്റർ എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നൊരു ഗൈഡ് ലൈൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലല്ലോ, പിന്നെന്താണ് മുഖ്യമന്ത്രിക്ക് ഉപയോഗിച്ചാൽ എന്നൊരു മറുവാദമാണ് ഉന്നയിക്കുന്നത്. എനിക്ക് അറിഞ്ഞുകൂടാ, അതിന്റെ വ്യക്തത എനിക്ക് കൃത്യമായിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെ സംബന്ധിച്ചൊന്നും പറയാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇപ്പോ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാം എന്നുള്ള ഗൈഡ് ലൈൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു ഗൈഡ് ലൈൻ ഉണ്ടാക്കേണ്ടത് ആരാണ്, എന്താണ്, എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ചർച്ച ചെയ്യേണ്ട സംഗതിയുമാണ്. ഇപ്പൊ അവര് ന്യായീകരിക്കുന്നത് എങ്ങനെയാണ്, ഇങ്ങനൊരു ഗൈഡ് ലൈൻ ഇല്ലല്ലോ, അതുകൊണ്ട് മുഖ്യമന്ത്രി നേരത്തെ അവകാശപ്പെട്ടതുപോലെ 85 മണിക്കൂർ പറക്കാം, അതായില്ല, അതുകൊണ്ട് മുഖ്യമന്ത്രി അവിടെ പോയി, എവിടെ, അമ്മായിച്ചനെ കാണാൻ പോയി, അതെന്താ കുഴപ്പം എന്നുള്ള ലാഘവത്വത്തോടെ പ്രതികരിക്കുന്ന രീതിയാണ് അവരുടെ ഭാഗത്തു നിന്ന് മറുപടിയായിട്ട് ഉണ്ടാകുന്നത് എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഏതായാലും ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുന്ന എന്താണ്, അദ്ദേഹം കഴിഞ്ഞ ഗവൺമെന്റിനെ വിമർശിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും നേരെ അധികാര കസേരയിൽ വരുമ്പോൾ അതിനെ ആകെ നിരാകരിക്കുന്ന നടപടിയാണ് VD സതീശൻ എല്ലായ്പ്പോഴും തുടക്കം മുതൽ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിലും അത് തന്നെയാണ് ആവർത്തിച്ചത് എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത്.